ഈ മിലേനിയത്തിലെ സെയിന്റ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? Yes, Carlo Acutis. ഈ വർഷം സെപ്റ്റംബർ 7-ാം തീയതി നമ്മുടെ മാർപ്പാപ്പ കാർലോ അക്യൂറ്റിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയാണ്. കാർലോ അക്യൂട്ടിസ് 1991 ഇറ്റലിയിലെ മിലാനിലെ അന്റോണിയ ആൻഡ്രേ അക്യൂട്ടിസ് എന്നീ ദമ്പതികളുടെ മകനായി ജനിച്ചു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൻ വളരെ ഇന്റലിജന്റ് ആയിരുന്നു. 3-ാം മാസത്തിൽ ആദ്യത്തെ വാക്കുകൾ പറഞ്ഞു. 5 വയസ്സായപ്പോഴേക്കും ഒരുവിധം നന്നായി സംസാരിക്കാൻ തുടങ്ങി. ചെറുപ്പത്തിൽ അവന് പുറത്തു പോകുവാൻ വലിയ ഇഷ്ടമായിരുന്നു. വഴിയിൽ കണ്ട എല്ലാവരോടും കുഞ്ഞു കാർലോ സംസാരിക്കുമായിരുന്നു. 4-ാം വയസ്സിൽ അവൻ ഈശോയിലും മാതാവിലും ആഴത്തിലുള്ള താല്പര്യം കാണിച്ചു. അമ്മ അന്റോണിയ അവനെ നടക്കാൻ കൊണ്ടുപോകുമ്പോൾ അവൻ പള്ളി കാണുമ്പോൾ യേശുവിനെ കാണാൻ എന്ന് പറഞ്ഞ് പള്ളിക്കകത്ത് കയറുകയും കുരിശിൽ ചുംബിക്കുകയും മാതാവിൻ്റെ കാൽക്കൽ പൂക്കൾ വയ്ക്കുകയും ചെയ്തിരുന്നു. ഈ ഭക്തി അവൻ്റെ മാതാപിതാക്കളെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. അവർ ആ സമയത്ത് കത്തോലിക്ക വിശ്വാസത്തിൽ അല്ലായിരുന്നു. കാർലോയുടെ ദൈവത്തിനോടുള്ള സ്നേഹത്തിൽ പ്രചോദിതയായ അന്റോണിയ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഒടുവിൽ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്കയായി. 6-ാം വയസ്സിൽ കാർലോ തൻ്റെ അമ്മയോടൊപ്പം വേദപാഠം ക്ലാസുകൾക്ക് പോയി തുടങ്ങി. സന്തോഷവും ഉത്കണ്ഠയും നിറഞ്ഞ ആത്മാവോടെ തൻ്റെ ചുറ്റുപാടിലുള്ള എല്ലാവരുമായി കുഞ്ഞു കാർലോ ഇടപെടുമായിരുന്നു. കാർലോയുടെ നല്ല സ്വഭാവം കണ്ട് ആളുകൾ കാർലോയെക്കുറിച്ച് അവൻ്റെ അമ്മയോട് പറയുമായിരുന്നു, ദൈവത്തിന് ഇവനെ കൊണ്ട് എന്തോ ഒരു പദ്ധതി ഉണ്ട് എന്ന്. ടെക്നോളജിയിൽ ആകർഷിതനായ അവൻ 9-ാം വയസ്സിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ താല്പര്യം കാണിക്കുകയും അമ്മ അവന് കോളേജ് തലത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ പ്രാവീണ്യം നേടി. കാർലോ വീഡിയോ നിർമ്മാണത്തിലും ആനിമേഷനിലും തൻ്റെ കഴിവുകൾ വികസിപ്പിച്ചു. 21-ാം നൂറ്റാണ്ടിലെ ഒരു സാധാരണ ബാലന്റെ ജീവിതം അവൻ നയിച്ചു. കൂട്ടുകാരോടൊപ്പം ചിരിയും കളികളും ആസ്വദിച്ചു. എന്നാൽ ജീവിതത്തിൽ സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വീഡിയോ ഗെയിം ഒരുപാട് ഇഷ്ടമായിരുന്ന കാർലോ പക്ഷേ ആഴ്ചയിൽ 1 മണിക്കൂർ മാത്രമേ ഗെയിം കളിച്ചിരുന്നുള്ളൂ. ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും മറ്റു നന്മ പ്രവർത്തികൾക്കുമായി ചിലവഴിച്ചു. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കാർലോ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? The Eucharist is my highway to heaven. വേദോപദേശത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന പുരോഹിതൻ 7-ാം വയസ്സിൽ കാർലോ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ റെഡിയായെന്ന് തിരിച്ചറിഞ്ഞു. 7-ാം വയസ്സിൽ കാർലോ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അതിനുശേഷം അവൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും പതിവായിരുന്നു. കാർലോ സ്ഥിരമായി കുമ്പസാരിച്ചിരുന്നു. തന്നെ വിലയിരുത്താനും മെച്ചപ്പെടുത്താനുമായി അവൻ എപ്പോഴും ഒരു കുഞ്ഞു ബുക്ക് സൂക്ഷിച്ചു. കാർലോ വളരെ പോസിറ്റീവായും ചിരിച്ചും മറ്റുള്ളവരെ ചിരിപ്പിച്ചും ജീവിച്ചു. കാർലോ ഒരിക്കലും ആരോടും ദേഷ്യപ്പെടുകയോ അസൂയയോ ഉള്ള ഒരു കുഞ്ഞായിരുന്നില്ല. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. 11-ാം വയസ്സിൽ കാർലോയുടെ കോൺഫർമേഷൻ നടന്നു. ദിവ്യകാരുണ്യം എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് എന്നാണ് അവൻ്റെ അഭിപ്രായം. യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിലൂടെ അനുഭവിക്കുന്നതിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് അവൻ വിശ്വസിച്ചു. അവൻ ലോകമെമ്പാടുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവയെ ഫോട്ടോഗ്രാഫ് ചെയ്തു. വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളുടെ ഒരു വെർച്വൽ മ്യൂസിയം സ്ഥാപിച്ചു. ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റും അവൻ ഉണ്ടാക്കി. കുർബാന സ്വീകരിക്കുന്നതിലൂടെ ഈശോയുമായി കൂടുതൽ അടുക്കാമെന്നും ഭൂമിയിൽ സ്വർഗത്തിന്റെ രുചി അനുഭവിക്കാൻ പറ്റുമെന്നും വിശ്വസിച്ചു. കാർലോ കൂദാശകൾ ദയയുടെ ഒരു ഉറവിടമായും ദുഃഖം സഹിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നായി അവൻ കരുതി. കാർലോയുടെ ഏറ്റവും പ്രസിദ്ധമായ വാക്കുകൾ നിങ്ങൾക്കറിയാമോ? He said, all the people are born as originals, but many die as photocopies. ലോകത്തിലേക്ക് ഒറിജിനലായി വന്ന് ഫോട്ടോകോപ്പിയായി തിരിച്ചു പോകുന്നു എന്നതുകൊണ്ട് കാർലോ അർത്ഥമാക്കിയത് നമ്മളെ മാത്രം നോക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകണമെന്നാണ്. കാർലോ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സങ്കടം അനുഭവിച്ചു.
ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് ആശ്വാസം നൽകുകയും അവരെ ശരിയായ തീരുമാനമെടുക്കുവാൻ സഹായിക്കുകയും ചെയ്തു. അവൻ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. യേശുവിനെ എല്ലാ തരത്തിലും മുൻപിൽ കണ്ടുകൊണ്ട് നന്മയും സഹജീവികളോടുള്ള സ്നേഹവും കൊണ്ട് അവന്റെ ഹൃദയം നിറച്ചു. കാർലോ തന്റെ പ്രാർത്ഥനാ ജീവിതത്തിനു പുറമെ കാർലോയും അമ്മയും മിലാനിലെ അനാഥർക്കും അഭയാർത്ഥികൾ ആയിട്ടുള്ളവർക്കും ഭക്ഷണവും പുതപ്പും ഉറങ്ങാനുള്ള ബാഗുകൾ തുടങ്ങിയവ വിതരണം ചെയ്യുവാൻ പോകുമായിരുന്നു. കാർലോ അമ്മയോട് പറയുമായിരുന്നു, മദർ തെരേസയ്ക്ക് കൽക്കട്ടയ്ക്ക് പോകേണ്ടി വന്നു പാവങ്ങളെ സഹായിക്കാൻ. എന്നാൽ നമുക്ക് ചുറ്റും പാവപ്പെട്ടവർ ഇവിടെ തന്നെയുണ്ട്. ആ സമയത്ത് ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് അഭയാർത്ഥികൾ ഇറ്റലിയിൽ എത്തിയിരുന്നു. കൂടാതെ കാർലോ അവരുടെ പള്ളിയിൽ വിവിധ പദ്ധതികളിൽ സഹായിക്കുവാനും പോയി. വലുതാകുമ്പോൾ ആരായി തീരണം എന്ന ചോദ്യത്തിന് കാർലോയുടെ മറുപടി എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? To always be close with Jesus, that is my life plan. കാർലോയോട് ആരെങ്കിലും ഭാവിയിൽ ആരായി തീരണം എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരിക്കലും അവൻ മറുപടി നൽകിയില്ല. പകരം മറ്റൊരു ഉത്തരം കൊടുത്തു, യേശുവിനോട് അടുത്തിരിക്കുകയാണ് എൻ്റെ ജീവിത പദ്ധതിയെന്ന്. അവന്റെ ചെറു ജീവിതത്തെക്കുറിച്ച് അവനിൽ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. തന്റെ മരണത്തിന് 2 മാസം മുൻപ് അവൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ ശരീരം 70 കിലോ ഭാരമാകുമ്പോൾ താൻ മരിക്കുമെന്ന്. അതുപോലെ തന്നെ 70 കിലോ ഭാരമായപ്പോൾ ഈ ലോകത്തിൽ നിന്നും അവൻ യാത്രയായി. 15-ാം വയസ്സിൽ കാർലോയ്ക്ക് ലുക്കീമിയയാണെന്ന് തിരിച്ചറിഞ്ഞു. രോഗാവസ്ഥയിൽ വളരെ വേദന അനുഭവിച്ചപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് മാത്രമായിരുന്നു കാർലോയുടെ ചിന്ത. തൻ്റെ മാതാപിതാക്കളെ തൻ്റെ വരാനിരിക്കുന്ന മരണത്തിനായി തയ്യാറാക്കാൻ ശ്രമിച്ചു. മമ്മ, ഞാൻ ഈ ആശുപത്രി വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഞാൻ ഈ ലോകത്തിൽ നിന്നും പോകേണ്ട സമയമായി. ഞാൻ ദൈവത്തോടൊപ്പം ആണ് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ മമ്മയ്ക്ക് നൽകും. ഞാൻ സന്തോഷത്തോടെ മരിക്കുന്നു. തൻ്റെ വേദനകൾ കാർലോ സഭയ്ക്കും പോപ്പിന്റെ നിയോഗങ്ങൾക്കുമായി സമർപ്പിച്ചു. കാർലോയുടെ രോഗനിർണയത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം 2006 ഒക്ടോബർ 12-ന് കാർലോ മരിച്ചു. ഭൗതിക ശരീരം അസീസിയിലെ വളരെ മനോഹരമായ സെന്റ് മേരീസ് പള്ളിയിൽ ഇന്നും അഴുകാതെ ജീൻസും ജാക്കറ്റും സ്കെച്ചേഴ്സും ധരിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. അവന്റെ മരണത്തിന്റെ 4-ാം വാർഷികത്തിൽ 44-ാം വയസ്സിൽ അവന്റെ അമ്മ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം കൊടുത്തു. കാർലോയുടെ അമ്മ ഇത് തൻ്റെ മകൻ സ്വർഗത്തിൽ എത്തിച്ചേർന്നതിൻ്റെ അടയാളമായി കരുതുന്നു. കാർലോയോട് പ്രാർത്ഥിച്ചതുവഴി വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള 2 പ്രധാന അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, ബ്രസീലിലെ പാൻക്രിയാറ്റിക് ഡിസോർഡറുള്ള ഒരു കുട്ടിയുടെ പരിപൂർണ സൗഖ്യം. 2, ഫ്ലോറൻസിലെ കാർ അപകടത്തിനു ശേഷം കോമ സ്റ്റേജിൽ പോയ ഒരു പെൺകുട്ടി പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ഇതേ തുടർന്ന് പരിശുദ്ധ പിതാവ് കാർലോയെ 2020-ൽ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. കാർലോ അക്യൂറ്റിസിന്റെ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? We can dream to be saint by love for God, prayer and extending our hands to help others. Walk, stay and live with God.